നമസ്കാരം. സ്റ്റെപ്സ് ടുവേർഡ്സ് സക്സസ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ ഭാഗമാണ്. ചാപ്റ്ററിൻ്റെ പേര് യൂറോപ്പ് പരിവർത്തന പാതയിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് നവോത്ഥാനത്തെക്കുറിച്ചായിരുന്നു. നവോത്ഥാനം എല്ലാ മേഖലയിലും അതിൻ്റേതായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. സാഹിത്യത്തിൽ മാത്രമല്ല, ചിത്രകലയിലും ശില്പവിദ്യയിലും വാസ്തുവിദ്യയിലും ശാസ്ത്രരംഗത്തും അങ്ങനെ എല്ലാ മേഖലകളിലും അതിൻ്റേതായ മാറ്റം നവോത്ഥാനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഇറ്റലിയിലായിരുന്നു. ഈ പോയിന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയതാണ്. നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഇറ്റലിയിലാണ്. നെക്സ്റ്റ് ടോപ്പിക്, നവോത്ഥാനം സാഹിത്യത്തിൽ. നവോത്ഥാന കാലത്തെ സാഹിത്യകാരന്മാരിൽ പ്രമുഖനായിരുന്നു പെട്രാർക്ക്. AD 1304 1374 ഇടയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നു. പ്രസിദ്ധമായ കൃതി സീക്രട്ടം. പെട്രാർക്കിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ്: നവോത്ഥാന കാലത്തെ സാഹിത്യകാരന്മാരിൽ പ്രമുഖൻ, കാലഘട്ടം AD 1304 1374 ഇടയിൽ, നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നു, പ്രസിദ്ധമായ കൃതി സീക്രട്ടം. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതി സീക്രട്ടം. നവോത്ഥാന കാലത്തെ സാഹിത്യകാരന്മാരിൽ മറ്റു ചില പ്രമുഖന്മാരെ നമുക്ക് പരിചയപ്പെടാം. അതിൽ ഫസ്റ്റ് വൺ ദാന്തെയുടെ കൃതിയുടെ പേര് ഡിവൈൻ കോമഡി എന്ന കൃതി രചിച്ചത് ദാന്തെയാണ്. നെക്സ്റ്റ് വൺ ബൊക്കാച്ചിയുടെ കൃതിയുടെ പേര് ദ കാമറൺ കഥകൾ എന്ന കൃതി രചിച്ചത് ബൊക്കാച്ചിയോ ആണ്. സെർവാന്തയുടെ കൃതിയുടെ പേര് ഡോൺ കിക്സോട്ട് എന്ന കൃതി രചിച്ചത് സെർവാന്തയാണ്. ഇൻ പ്രൈസ് ഓഫ് ഫോളി എന്ന കൃതി രചിച്ചത് ഇറാസ്മസ് ആണ്. നെക്സ്റ്റ് ടോപ്പിക്, നവോത്ഥാനം കലയിൽ. നവോത്ഥാന കാലഘട്ടത്തിലെ ശ്രദ്ധേയനായ ചിത്രകാരൻ ലിയനാർഡോ ഡാവിഞ്ചി. ചിത്രകാരനാണ് ലിയനാർഡോ ഡാവിഞ്ചി. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചിത്രങ്ങളാണ് മൊണാലിസയും അവസാനത്തെ അത്താഴവും ലിയനാർഡോ ഡാവിഞ്ചിയുടെ പ്രശസ്തമായ ചിത്രങ്ങളാണ്. ലിയനാർഡോ ഡാവിഞ്ചിയും അദ്ദേഹം വരച്ച പ്രശസ്ത ചിത്രമായ അവസാനത്തെ അത്താഴവുമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. നവോത്ഥാന കാലത്തെ പ്രസിദ്ധമായ ചിത്രമായിരുന്നു മൊണാലിസയുടെ നിഗൂഢമായ പുഞ്ചിരി പിൽക്കാലത്ത് നിരവധി ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വഴിതെളിയിച്ചു. ലിയനാർഡോ ഡാവിഞ്ചിയാണ് മൊണാലിസ എന്ന ചിത്രം വരച്ചത്. AD 1503 1505 ഇടയിലാണ് മൊണാലിസ എന്ന ചിത്രം വരച്ചത്. പാരീസിലെ മ്യൂസിയത്തിലാണ് ഈ ചിത്രം ഇന്ന് സൂക്ഷിച്ചിരിക്കുന്നത്. ലിയനാർഡോ ഡാവിഞ്ചി വരച്ച പ്രശസ്തമായ ചിത്രമാണ് മൊണാലിസ. AD 1503 1505 ഇടയിലാണ് ലിയനാർഡോ ഡാവിഞ്ചി ഈ ചിത്രം വരച്ചത്. പാരീസിലെ മ്യൂസിയത്തിലാണ് ഈ ചിത്രം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. നവോത്ഥാന കാലഘട്ടത്തിലെ മറ്റു പ്രശസ്തരായ ചിത്രകാരന്മാരെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മൈക്കലാഞ്ചലോയുടെ ചിത്രമാണ് അന്ത്യവിധി എന്ന ചിത്രം വരച്ചത് മൈക്കൽ ആഞ്ചലോ. ഏഥൻസിലെ വിദ്യാലയം എന്ന ചിത്രം വരച്ചത് റാഫേലാണ്. റാഫേലിൻ്റെ ചിത്രത്തിൻ്റെ പേരാണ് ഏഥൻസിലെ വിദ്യാലയം. നവോത്ഥാനം സാഹിത്യത്തിൽ മാത്രമല്ല, ചിത്രകലയിലും ശില്പവിദ്യയിലും വാസ്തുവിദ്യയിലും അതിൻ്റേതായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. ഫ്ലോറൻസിലെ ബാപ്പിസ്റ്റ പള്ളിയുടെ വാതിൽ നവോത്ഥാന കാലഘട്ടത്തിലെ വാസ്തുവിദ്യയ്ക്ക് ഉദാഹരണമാണ്. ഇത് പണി കഴിച്ചത് ലോറൻസോ ഗിബേർട്ടിയാണ് ഫ്ലോറൻസിലെ ബാപ്പിസ്റ്റ പള്ളിയുടെ വാതിൽ രൂപകൽപ്പന ചെയ്തത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഗട്ടാ മെലീത്ത എന്ന ശില്പമാണ്. ഇതിൻ്റെ ശില്പിയാണ് ഡൊണാറ്റലോ. പാഠപുസ്തകത്തിലെ നെക്സ്റ്റ് ടോപ്പിക്, നവോത്ഥാനം ശാസ്ത്രത്തിൽ. നവോത്ഥാന കാലഘട്ടത്തിന്
മുൻപേ നിലനിന്നിരുന്ന ഒരു ആശയം അല്ലെങ്കിൽ ഒരു സിദ്ധാന്തമാണ് ഭൗമകേന്ദ്രവാദം അല്ലെങ്കിൽ ജിയോസെൻട്രിക് തിയറി. എന്താണ് ഈ ഭൗമകേന്ദ്രവാദം? ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നും ആകാശവും അതിലെ വസ്തുക്കളും ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുകയാണെന്നതുമാണ് ഭൗമകേന്ദ്രവാദം. ഇത് ആവിഷ്കരിച്ചത് ടോളമിയാണ്. പക്ഷേ ഭൗമകേന്ദ്രവാദം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ പൈത്തഗോറസ് ആണ്. ഭൗമകേന്ദ്രവാദം ആവിഷ്കരിച്ചത് ടോളമിയാണ്. പക്ഷേ ഭൗമകേന്ദ്രവാദം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ചത് പൈത്തഗോറസ് ആണ്. നവോത്ഥാന കാലഘട്ടത്തിൽ ഈ ഭൗമകേന്ദ്രവാദം അഥവാ ജിയോസെൻട്രിക് തിയറി തെറ്റാണെന്ന് തെളിയുകയും സൗരകേന്ദ്രവാദം മുന്നോട്ട് വരികയും ചെയ്തു. സൗരകേന്ദ്രവാദത്തിൽ പറയുന്നത് സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രമെന്നും ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നു എന്നതുമാണ്. ഈ സൗരകേന്ദ്രവാദത്തിൻ്റെ ഉപജ്ഞാതാവ് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. സൗരകേന്ദ്രവാദത്തിൻ്റെ ഉപജ്ഞാതാവ് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയത് ഗലീലിയോ ഗലീലിയാണ്. ഗലീലിയോ ഗലീലിയാണ് ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയത്. പക്ഷേ ടെലസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് ഹാൻസ് ലിപ്പേർഷ്യയാണ്. ഹാൻസ് ലിപ്പേർഷ്യയാണ് ടെലസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത്. ഗലീലിയോ ഗലീലി ഈ ടെലസ്കോപ്പ് വികസിപ്പിക്കുകയും പ്രപഞ്ച നിരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഗലീലിയോ ഗലീലി ടെലസ്കോപ്പ് വികസിപ്പിക്കുകയും അതിലൂടെ സൗരയൂഥ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു. ഭൂമി സൂര്യനു ചുറ്റും കറങ്ങുന്നുവെന്നും സ്വയം ഭ്രമണം ചെയ്യുന്നുവെന്നും ആദ്യമായി സമർത്ഥിച്ചത് അരിസ്റ്റാർക്കസ് ആണ്. ഭൂമി സൂര്യനു ചുറ്റും കറങ്ങുന്നുവെന്നും സ്വയം ഭ്രമണം ചെയ്യുന്നുവെന്നും ആദ്യമായി സമർത്ഥിച്ചത് അരിസ്റ്റാർക്കസ് ആണ്. പക്ഷേ സൗരകേന്ദ്രവാദം അഥവാ ഹീലിയോസെൻട്രിക് തിയറിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. നെക്സ്റ്റ് ടോപ്പിക് അച്ചടി യന്ത്രം. 1439 ജർമ്മനിയിലെ ലോഹപ്പണിക്കാരനായിരുന്ന ജൊഹാൻസ് ഗുട്ടൻബർഗാണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത്. അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ജൊഹാൻസ് ഗുട്ടൻബർഗ് 1439. മരം കൊണ്ട് നിർമ്മിച്ച ഇളക്കി മാറ്റാവുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ചായിരുന്നു അച്ചടി യന്ത്രം നിർമ്മിച്ചത്. മരം കൊണ്ട് നിർമ്മിച്ച ഇളക്കി മാറ്റാവുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ചായിരുന്നു ജൊഹാൻസ് ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം നിർമ്മിച്ചത്. വിജ്ഞാനത്തിൻ്റെ വ്യാപനത്തിന് ഈ അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം വലിയ സംഭാവനയാണ് നൽകിയത്. ജൊഹാൻസ് ഗുട്ടൻബർഗ് കണ്ടുപിടിച്ച അച്ചടി യന്ത്രവുമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. മതനവീകരണം. നവോത്ഥാന ആശയങ്ങൾ മതരംഗത്തും സ്വാധീനം ചെലുത്തിയിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിലുണ്ടായ പരിഷ്കരണത്തിനെയാണ് മതനവീകരണം എന്നറിയപ്പെടുന്നത്. മതനവീകരണം ആരംഭിച്ചത് ജർമ്മനിയിലാണ്. മതനവീകരണത്തിന് നേതൃത്വം കൊടുത്തത് മാർട്ടിൻ ലൂതറാണ്. മതനവീകരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി മാർട്ടിൻ ലൂതർ. നെക്സ്റ്റ് ടോപ്പിക് സമുദ്രമാർഗങ്ങൾ തേടി. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടം എന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നത്. ഇത് ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന വ്യാപാര ബന്ധങ്ങൾക്ക് തടസ്സമായി. കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ കീഴടക്കിയതോടുകൂടി ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന വ്യാപാര ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടി. പുതിയ വാണിജ്യ മാർഗങ്ങൾ കണ്ടെത്താൻ ഈ സംഭവം യൂറോപ്യന്മാരെ നിർബന്ധിതരാക്കി. ഈ കാലഘട്ടത്തിലാണ് വടക്ക് നോക്കി യന്ത്രമൊക്കെ കണ്ടുപിടിക്കുന്നത്. വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തവും സാഹസിക സഞ്ചാരത്തോടുള്ള താല്പര്യവുമാണ് പിന്നീട് പുതിയ വാണിജ്യ പാതകൾ കണ്ടുപിടിക്കാൻ യൂറോപ്യന്മാരെ സഹായിച്ചത്. പാഠപുസ്തകത്തിലെ നെക്സ്റ്റ് ടോപ്പിക്ക് വ്യവസായ വിപ്ലവമാണ്. നവോത്ഥാനത്തെ തുടർന്ന് ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. യന്ത്രങ്ങൾ എന്ത് ചെയ്തു? ഉൽപാദന രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. യന്ത്രങ്ങളുടെ വരവോടുകൂടി ഉൽപാദനം 10 മടങ്ങ് വർദ്ധിക്കുകയും ഉൽപാദന ചിലവ് കുറയുകയും ചെയ്തു. ഇങ്ങനെ ഉൽപാദന രംഗത്തുണ്ടായ ഈ മാറ്റങ്ങളെയാണ് വ്യവസായ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വ്യവസായ വിപ്ലവം ആരംഭിച്ചത്
ഇംഗ്ലണ്ടിലാണ്. വ്യവസായ വിപ്ലവം ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണ്. നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഇറ്റലിയിലാണ്. മതനവീകരണം ആരംഭിച്ചത് ജർമ്മനിയിലാണ്. ഒന്നുകൂടി പറയാം. മതനവീകരണം ആരംഭിച്ചത് ജർമ്മനിയിലാണ്. നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഇറ്റലിയിലാണ്. വ്യവസായ വിപ്ലവം ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണ്. വ്യവസായ വിപ്ലവകാലത്തെ കുറച്ച് കണ്ടുപിടുത്തങ്ങളും അവ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഫ്ലൈയിങ് ഷട്ടിലാണ്. തറികളുടെയൊക്കെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ഫ്ലൈയിങ് ഷട്ടിൽ. ഈ ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ജോൺ കെയ് ആണ്. നെക്സ്റ്റ് വൺ സ്പിന്നിങ് ജെന്നി. സ്പിന്നിങ് ജെന്നി എന്നത് തറികളുടെ പഴയ രൂപമാണ്. ഇത് കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ്. സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ്. നെക്സ്റ്റ് വൺ ആവിയന്ത്രം. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചത് ജോർജ് സ്റ്റീവൻസൺ. ഫാദർ ഓഫ് റെയിൽവേ എന്നാണ് ജോർജ് സ്റ്റീവൻസൺ അറിയപ്പെടുന്നത്. ഈ ജോർജ് സ്റ്റീവൻസൺ ആണ് ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചത്. ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ജോൺ കെയ്. സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ് കണ്ടുപിടിച്ചു. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചത് ജോർജ് സ്റ്റീവൻസൺ. ഇതോടുകൂടി ഒന്നാമത്തെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.